إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിനെ സദാ സൂക്ഷിച്ചും പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചും തഖ്വയുള്ളവരായി മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു മരണം വരെ തഖ്വ പരിപാലിച്ച് മുത്തഖികളായി ജീവിക്കാനും തഖ്വയോടുകൂടെ ഈ ലോകത്തോട് വിട പറയാനും മുത്തഖികൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം ഇതുപോലെ ഒരുമിച്ചു ചേരാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക്, അതിലെ ആദ്യത്തെ മാസമായ മുഹറമിലേക്ക് പ്രവേശിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഇത് ആവർത്തിച്ച് കടന്നു വരുമ്പോൾ നിരന്തരമായി വിശ്വാസികൾ ഓർക്കേണ്ട ഇസ്ലാമിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്രമാണ് ഹിജറ എന്ന് പറയുന്നത്. ഭാഷയിൽ ഹിജറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ത്യജിക്കുക, വർജിക്കുക, ഉപേക്ഷിക്കുക എന്നൊക്കെയാണ്. ഒരു നാട്ടിൽ നിന്ന് തങ്ങളുടെ വിശ്വാസ ആദർശമനുസരിച്ച് ജീവിക്കുകയും അത് മറ്റുള്ളവരോട് സധൈര്യം പ്രഖ്യാപിക്കുകയും അതിനെതിരെ വരുന്ന പ്രതികരണങ്ങളിൽ ക്ഷമയോടെ, ബസീറത്തോടെ, തവക്കുലോടുകൂടെ താൻ ഉൾക്കൊള്ളുന്ന ദീനിന്റെ വക്താവായ റബ്ബിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളുടെ ആ മാർഗത്തിലുള്ള ത്യാഗത്തെയാണ്
വെടിയലിനെയാണ്, ഉപേക്ഷയാണ് ഹിജ്റ എന്ന് പറയുന്നത്. പലപ്പോഴും ഹിജ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി ഓടിവരിക മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള വിശ്വാസികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഒരു ഹിജ്റയെ ചുരുങ്ങിയ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. പ്രവാചകന്റെയും വിശ്വാസികളുടെയും ജീവിതത്തിൽ നടന്ന ഹിജ്റകളിൽ ഒന്നു മാത്രമാണത്. ആദ്യം ഹബശയിലേക്കും റസൂൽ തന്നെ തൻ്റെ ഉമ്മയുടെ ബന്ധുക്കളായ ത്വായിഫിലേക്കും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഹിജ്റകൾ നടത്തിയിട്ടുണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. എന്നാൽ ഹിജ്റ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ കാലത്തിന് പഴക്കമുള്ള വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു ചരിത്രമാണ് ഹിജ്റ എന്നത്. ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അതത് കാലഘട്ടങ്ങളിലേക്കുള്ള സമൂഹങ്ങളിലേക്ക് ആ മനുഷ്യരെ അവരെ സൃഷ്ടിച്ചു പരിപാലിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും നാടുകളിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വ്യക്തികളോ ശക്തികളോ വിഗ്രഹങ്ങളോ ബിംബങ്ങളോ എന്തുമാകട്ടെ അവയെ ഉപേക്ഷിക്കണമെന്നും ഏതെല്ലാം കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെയും പ്രതിസന്ധികളുടെ ഹിജ്റകളുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. പൗരത്വ നിഷേധത്തിനെ കുറിച്ച് ഈയിടെയായി നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമാണ്. പക്ഷെ ഒരു വേള നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത് ഈ അടുത്ത കാലഘട്ടത്തിൽ മാത്രമാണെന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 13-14 ആയത്തുകളാണ് ഞാൻ നിങ്ങൾ ഓതിക്കേൾപ്പിച്ചത്. മഹാന്മാരായ പ്രവാചകന്മാർ അവർ നിശ്ചയിക്കപ്പെട്ട സമൂഹത്തിൽ കടന്നുവന്ന് ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അല്ല ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ നിങ്ങളുടെ റബ്ബിനെ, രക്ഷിതാവിനെ നിങ്ങൾക്ക് തിരിച്ചു ചെയ്യാനുള്ള കടമ ആ റബ്ബിനെ മാത്രം ആരാധിക്കലാണ്, ആ റബ്ബിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കലാണ് എന്ന് ഓരോ പ്രവാചകന്മാരും അതതു നാട്ടിൽ വന്ന് ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോ ആ സമൂഹത്തോട്, ആ പ്രവാചകന്മാരോട്, അവരിൽ വിശ്വസിച്ച ആളുകളോട് അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാത്ത ഓരോ കാലഘട്ടത്തിലെയും ആളുകൾ പ്രതികരിച്ച പ്രതികരണത്തിന്റെ പര്യായമായി കടന്നു വന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ ഹിജ്റകളും. ഹിജ്റ എന്നൊരായിരം തവണ ആവർത്തിച്ചു കേട്ടാൽ പോരാ. ഹിജ്റ എന്ന ഒരു സാഹചര്യം ഓരോ സമൂഹത്തിലും ഏതു പ്രവാചകന്റെ കാലഘട്ടത്തിലും ഒരുങ്ങിയത് എപ്പോഴാണ് എന്ന് ശരിക്കും ആവർത്തിച്ചു പഠിക്കണം. ഹിജ്റക്ക് ഒരു സാഹചര്യം നാട്ടിൽ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവിടെ അവർ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. മാത്രമല്ല അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരുടെ അവയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ വൈകാരികമല്ല, വിവേകപരമായി ക്ഷമയോടെ ബശീറത്തോടെ സാരോപദേശത്തോടുകൂടെ ആ സമൂഹത്തെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ഹിജ്റക്കുള്ള സാഹചര്യം ഒരുങ്ങൽ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം അതിന്റെ 13-ാമത്തെ വചനത്തിൽ മഹാന്മാരായ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരോട് അവർ നിയോഗിക്കപ്പെട്ട ജനതയിലെ അവിശ്വാസികളായ ആളുകൾ നടത്തിയ പ്രതികരണം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, അവരിലെ റസൂലുകളോട് അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. അറബി ഭാഷ അത്യാവശ്യമൊക്കെ വശമുള്ള ആളുകൾക്ക് ലാമു തഅക്കീദിന്റെയും നൂനു തഅക്കീദിന്റെയും നിയമം ഞാൻ പറയേണ്ടതില്ല. ആ രണ്ട് തഅക്കീദുകളുടെ ഹർഫുകൾ ഒരറ്റത്തല്ല രണ്ടറ്റത്ത് മാറി മാറി വന്നിട്ടുണ്ടെങ്കിൽ ലനുഖ്രിജന്നകും, നാം നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും, മിൻ അർളിന, ഞങ്ങളുടെ നാടുകളിൽ നിന്ന്. അതല്ലെങ്കിൽ ഔല തഊദുന്ന ഫീ മില്ലത്തിന, അങ്ങനെ നിങ്ങൾ പുറത്താക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വെക്കുന്ന ഒരു ഉപാധിയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ആശയത്തിലേക്ക്, ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടരാം. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, ഫൗഹാ ഇലൈഹിം റബ്ബുഹും, അവരെ തെരഞ്ഞെടുത്ത് അവരിലേക്ക് നിയോഗിച്ച് അവരോട് ഈ കർമ്മം നിർവഹിക്കാൻ ആവശ്യപ്പെട്ട് റബ്ബ് അവർക്ക് വഹി നൽകിയത്, ലനുഹ്ലികന്നൽ ളാലിമീൻ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, ചിലപ്പം പ്രയാസം ഉണ്ടാകും,
പ്രതിസന്ധി ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ക്ഷമിച്ചോ, സഹിച്ചോ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചോ, റബ്ബിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിർത്തോ. ലാലിമകളായ, അക്രമികളായ, നിഷേധികളായ ആളുകളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബിന്റെ വാഗ്ദാനമുണ്ട്. നേർക്ക് നേരെ പല പ്രവാചകന്മാരെയും പേര് വിളിച്ച് നിങ്ങളെ ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞ ജനതയുണ്ടായിട്ടുണ്ട്. ശുഐബ് അലൈഹിസ്സലാമയെ വിളിച്ചിട്ട് ആ ജനത പറഞ്ഞത്, ലനുഖ്രിജന്നക യാ ശുഐബു, ശുഐബേ നന്നെ ഞങ്ങൾ പുറത്താക്കും. നന്നെ മാത്രമല്ല, വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിന, നമ്മുടെ നാട്ടിൽ നിന്ന് നന്നിൽ വിശ്വസിച്ചവരെയും ഞങ്ങൾ പുറത്താക്കുമെന്ന് മഹാനായ ശുഐബ് അലൈഹിസ്സലാമയോട് പറഞ്ഞത്, ഇബ്രാഹിം നബിയോട് പറഞ്ഞത്, മൂസ അലൈഹിസ്സലാമയോട് പറഞ്ഞത്, ഈസ അലൈഹിസ്സലാമയോട് പറഞ്ഞത്, ഇബ്രാഹിം അലൈഹിസ്സലാമയോട് പറഞ്ഞത്, മഹാനായ ഹബീബുൽ വറ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉൾപ്പെടെ പറഞ്ഞത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രമാണ്. ഇത് കേൾക്കുമ്പോ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവസാനിപ്പിക്കല്ല, എന്നാ പിന്നെ പറയണ്ട, എന്നാ തൽക്കാലം തടിക്കും കുടുംബത്തിനും നമുക്കൊക്കെ ഇവിടെ നിൽക്കലാണ് സുഖെങ്കിൽ എന്നാ തൽക്കാലം അത് പറയണ്ടെന്നല്ല. അവരെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ ആ പ്രവാചകന്മാർ ആ ദൗത്യവുമായി മുന്നോട്ട് പോയി. ശത്രുക്കളുടെ ഭീഷണികളിൽ, അതല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ ഒരിക്കലും ആ പ്രവാചകന്മാർ ചകിതരായിട്ടില്ല, ഭയപ്പെട്ടിട്ടില്ല. അള്ളാഹിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ കരുത്തിൽ, റബ്ബ് നൽകിയ വാഗ്ദാനത്തിന്റെ ഉറപ്പിൽ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യവുമായി ആ പ്രവാചകന്മാര് മുന്നോട്ട് പോയപ്പോ വിജയത്തിന്റെ വഴികൾ വർഷങ്ങൾ പിന്നിട്ടപ്പോഴും, പ്രയാസങ്ങൾ നീണ്ടുപോയപ്പോഴും, പ്രതിസന്ധികൾ കുമിഞ്ഞുകൂടിയപ്പോഴും ആ പ്രവാചകന്മാർക്ക് മുമ്പിൽ, ആ വിശ്വാസികൾക്ക് മുമ്പിൽ അള്ളാഹു വിജയത്തിന്റെ വാതിലുകൾ ഓരോന്നോരോന്നായി തുറന്ന ചരിത്രമാണ് ഹിജ്റ എന്ന് പറയുന്നത്. നമ്മൾ ഹിജ്റ എന്ന് കേൾക്കുമ്പോ, അതല്ലെങ്കിൽ പലായനം എന്ന് കേൾക്കുമ്പോ, ഒരു നാട് വിട്ടു പോകേണ്ടി വരിക എന്ന് കേൾക്കുമ്പോ നമുക്ക് എന്തൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്, എന്തോ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് നമുക്കത് തോന്നുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഏതെല്ലാം പ്രവാചകന്മാർ അവരിൽ വിശ്വസിച്ച ദുർബലരായ, വളരെ പരിമിതരായ ഓരോ സമൂഹത്തിലെയും വിശ്വാസികളും ഒരു നാട് വിട്ട് ഈ ആദർശ സംരക്ഷണത്തിന് വേണ്ടി പോയ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കോ. അതൊക്കെയും അവർക്കവരുടെ ജീവിതത്തിൽ, അവരുടെ നാട്ടിലാകട്ടെ, വിശ്വാസത്തിലാകട്ടെ, ആദർശത്തിലാകട്ടെ വിജയമായിട്ടല്ലാതെ, ഗുണമായിട്ടല്ലാതെ, രക്ഷയായിട്ടല്ലാതെ തിരിച്ചു വന്നിട്ടില്ല എന്ന് ഏത് പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഞാനത് പറയണ്ട, നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മഹാനായ ഹൂദ് അലൈഹിസ്സലാമിന്റെ ചരിത്രം, മൂസാ നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഇങ്ങനെ ഏത് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിൽ തൊട്ടടുത്ത ഇബ്രാഹിമിന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, മുഹമ്മദ് റസൂലുള്ളാഹ് പറയാൻ, അതനുസരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ജീവിക്കാൻ, അത് മറ്റുള്ളവരോട് മാതൃകാപരമായി ജനങ്ങളെ ക്ഷണിക്കാൻ നമ്മൾ സന്നദ്ധരായാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ അല്ലാഹ് പറഞ്ഞു തന്നിട്ട് അല്ലാഹ് പറയാണ്, അതൊന്നും നിങ്ങൾ കാണണ്ട, അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട, അതൊന്നും കണ്ടിട്ട് നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾ പേടിച്ചിട്ടോ ഭയപ്പെട്ടിട്ടോ പിന്മാറിപ്പോകണ്ട. വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, നേരത്തെ ഉപയോഗിച്ച അതേ വാക്ക്, നിങ്ങളുടെ നാടുകളിൽ നിന്ന് നിങ്ങളെ നാം പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, ആ ധിക്കാരികളുടെ, സ്വേച്ഛാധിപതികളുടെ, അക്രമകാരികളുടെ കാലശേഷം നാം നിങ്ങളെ, ആ നാട്ടിൽ നാം നിങ്ങളെ താമസിപ്പിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. റബ്ബിന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ വാക്കാണ്, കരാറാണ്. നാം നിങ്ങളെ ആ നാട്ടിൽ, ആ ഭൂമികയിൽ നാം നിങ്ങളെ താമസിപ്പിക്കും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ഈ വാക്കൊന്ന് അടിവരട്ട് വെക്കണം. എന്റെ സ്ഥാനത്തെ, റബ്ബിന്റെ മഖാമിനെ, ആ റബ്ബിനെ ഭയപ്പെടുക, നാട്ടുകാരെയല്ല, കുടുംബക്കാരെയല്ല, ഭരണാധികാരികളെയല്ല, സ്വേച്ഛാധിപതികളെയല്ല, മാറി മാറി വരുന്ന ഭരണാധികാരികളെയല്ല, രാജാതിരാജനായ റബ്ബിനെ, ആ റബ്ബിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ട മഖാമിനെ ഭയപ്പെടുന്നവർക്കുള്ള അനുഗ്രഹമാണിത്. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ഈ പറയപ്പെട്ട വാക്കിൽ അടിയുറച്ചു നിൽക്കാനുള്ള തവക്കുലുണ്ടെങ്കിൽ, ആ റബ്ബിനെയാണ് കാണുന്നതെങ്കിൽ, ആ റബ്ബിന്റെ മുമ്പിൽ രക്ഷയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ,
അത്തരം ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള നിഅ്മത്താണ് ഇതെന്ന്, അനുഗ്രഹമാണിതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. നിങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ, വിശേഷിച്ചും റിസാലത്തുമായി നുബുവത്തുമായി ചെന്ന പ്രവാചകന്മാരുടെ ചരിത്രം ഉലുൽ അസ്മിന്റെ ഉൾപ്പെടുത്തി നോക്കിയാൽ ഏത് പ്രവാചകനാണ് അവർ ജനിച്ച നാട്ടിൽ മരിച്ചിട്ടുള്ളതെന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ജനിച്ച നാട്ടിൽ മരിച്ച പ്രവാചകന്മാർ വളരെ തുച്ഛമാണ്. സൗകര്യം നോക്കിയിട്ട്, ജോലി നോക്കിയിട്ട്, സുരക്ഷിതം നോക്കിയിട്ട് പോയതല്ല ഒരു പ്രവാചകന്മാരും. ജനിച്ച നാട്ടിൽ നിന്ന് കണ്ണുനീരോടെ, നിക്കക്കള്ളിയില്ലാതെ, നിലനിൽപ്പില്ലാതെ, സ്വജീവിതത്തിന് ഭീഷണിയായി നാട് വിട്ടുപോകേണ്ടി വന്ന പ്രവാചകന്മാരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പലപ്പോഴായി ഹിജ്റ കേട്ടിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് സാധാരണ കേൾക്കുന്നത് പോലെ ഹിജ്റിന്റെ ചരിത്രം പറയാത്തത്. പലപ്പോഴും കേൾക്കണ ശത്രുക്കൾക്ക് മുമ്പിൽ അള്ളാഹു ഏൽപ്പിച്ച ആ ഒരു ദീനിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാതെ ആ പ്രവാചകന്മാർ മുന്നോട്ട് തന്നെ പോയി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അറിയാലോ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏത് നാട്ടിലാണ് ജനിക്കുന്നത്? ആരുടെ മകനായിട്ടാണ് ജനിക്കുന്നത്? ആ നാട്ടിൽ കാലങ്ങളായി ആചരിച്ചു പോരുന്ന സംസ്കാരത്തിന്റെ പൈതൃകം എന്താണ്? ആ സംസ്കാരത്തിന്റെ കാരണക്കാരനാണ് സ്വന്തം വാപ്പ. എന്നിട്ട് ആ വാപ്പ ചെയ്യുന്ന കാര്യത്തിനെതിരെ വാപ്പയോട് സ്നേഹ ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് യാ അബതി, എന്റെ പൊന്നുപ്പ, വാത്സല്യനിധിയായ ഉപ്പ, സ്നേഹനിധിയായ ഉപ്പ. വാപ്പാനോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷേ അല്ലാഹുവാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ലാ തഅ്ബുദി ശൈത്താൻ, പിശാചിനെ ആരാധിക്കുന്ന ഈ പണി വാപ്പ ചെയ്യരുത്. എന്താ? ബിംബങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അത് കച്ചവടത്തിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കുക, ആളുകൾ അത് വാങ്ങുക, ആളുകൾ അതിന് നേർച്ച വഴിപാടുകളും ആരാധനകളും അർപ്പിക്കുക, അതിനോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുക. അത് ഇറാഖിലെ ബാബിലോണിയയിലെ ഊർ എന്ന പട്ടണത്തിന്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള സംസ്കാരത്തിന്റെ പൈതൃകമായിരുന്നു. ഇബ്രാഹിം നബിക്ക് വാപ്പ മാത്രമല്ല എതിരായത്, വീട്ടിൽ നിന്ന് മാത്രമല്ല പുറത്തായത്, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റപ്പെട്ടു. നിങ്ങൾ നോക്ക്, അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർത്തിയിട്ടില്ല. ഇബ്രാഹിം നബി ആ ജനതയോട് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ പണിയായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ദുനിയാവും നഷ്ടപ്പെടും, ആഖിറത്തും നഷ്ടപ്പെടും. പരലോകത്ത് നിങ്ങൾ നരകക്കാരായി മാറും. ഇപ്പൊ നിങ്ങളെ സഹായിക്കാൻ കൂടുള്ളവരൊന്നും പരലോകത്ത് നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹനെ മാത്രം ആരാധിച്ച്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് നിങ്ങൾ ജീവിച്ചോളി. ഖുർആൻ പറയുന്നുണ്ട്, ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു, ആ സമൂഹം അവരുടെ പരലോകത്തിന്റെ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് അവരോട് തൗഹീദ് കൽപ്പിച്ച ആ ഇബ്രാഹിം നബിയോട് പറഞ്ഞ വാക്ക് ഇല്ല അൻ ഖാലു ഖതുലു ഔ ഹർരികു, നിങ്ങൾ അവനെ കൊണ്ടുപോയി തീയിലിട്ട് കരിച്ചുകളാ, കൊന്നുകളവനെ എന്ന് മാത്രമാണ് ആ സമൂഹം അതിന് മറുപടിയായി ആ പ്രവാചകനോട് പറഞ്ഞത്. ആ നബി എന്താ അവരോട് പറഞ്ഞെന്താ? നിങ്ങൾ ദുനിയാവിലും പരലോകത്തും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹനെ മാത്രം ആരാധിക്കണം, അള്ളാഹ്ക്ക് നിങ്ങൾ ആരാധിക്കണമൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ സമൂഹത്തോട് അവർ പറഞ്ഞ വാക്കാണ്. പക്ഷേ അവരത് ചെയ്തു. നമുക്കറിയാലോ, ഇബ്രാഹിം നബിനെ തീകുണ്ടാരത്തിലിട്ടു, അള്ളാഹു രക്ഷപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാൻ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ ഈമാനുള്ള സമൂഹത്തിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാൻ, ഈ ഒരു ദഅവത്തിന്റെ, ഈ തൗഹീദി ദഅവത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരനായ ലൂത്ത് അലൈഹിസ്സലാം വിശ്വസിക്കുന്നത്. ഫആമന ലഹു ലൂത്തുൻ, മഹാനായ ലൂത്ത് അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ ആ സത്യത്തിൽ, ആ ഹിദായത്തിൽ, ആ ഹക്കിൽ അടിയുറച്ച് വിശ്വസിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി പറയാണ്, ഇബ്രാഹിം നബിയെ കൊല്ലാൻ ഒരുങ്ങി, കരിക്കാൻ ഒരുങ്ങി, സാഹചര്യം ഒരുക്കി, എല്ലാം പ്രതികൂലമായി എന്ന് മനസ്സിലായപ്പോ എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞോട് നിന്നു കൊടുക്കല്ല. അതേപോലെ ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജ്റ പോകുകയാണ്. ഹിജ്റ ഒരു നാട്ടിൽ നിന്നൊരു നാട്ടിലേക്കുള്ള പലായനമല്ല, മറിച്ച് നാട്ടിൽ നിന്നും, വീട്ടിൽ നിന്നും, മനുഷ്യരിൽ നിന്നും, നാട്ടിൽ നിന്നും അല്ലാഹുവിലേക്കുള്ള ഒരടിമയുടെ മാനസികമായ യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജ്റ പോകുകയാണ്, ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് ഹിജ്റ പോകുകയാണ്. ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം, അവനാണ് പ്രതാപശാലി, അതേപോലെ തന്നെ അവനാണ് യുക്തിമാൻ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം.
നിങ്ങൾ ആ ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ സൂറത്തുൽ അൻകബൂത്തിന്റെ 25 മുതലുള്ള ആയത്തിന്റെ ബാക്കി വായിച്ചു നോക്ക്. ഇബ്രാഹിം നബി പോയില്ലേ? ഇബ്രാഹിം നബി പോയ ഹിജ്റക്ക് ശേഷമാണ് വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ വജഅൽനാ ഫീ ദുർരിയതിഹി നബുവത വൽ കിതാബ വആതൈനാഹു അജ്റ. അദ്ദേഹത്തിന് സന്താനങ്ങളെ കൊടുത്തു. ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും കൊടുത്തു. അതേപോലെ തന്നെ പിൻഗാമികളായ യാക്കൂബ് അലൈഹിസ്സലാം ആ സന്താനങ്ങളെ പിൻഗാമികളിൽ അള്ളാഹു നുബുവത്ത് കൊടുത്ത് പ്രവാചകന്മാരായി തെരഞ്ഞെടുത്തു. അള്ളാഹു കിതാബ് കൊടുത്തു. മാത്രമല്ല ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹു അവരെ ആദരിക്കുന്നു പറഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിൽ വിശ്വസിച്ച് സത്യപ്പെടുത്തിയ ലൂത്ത് അലൈഹിസ്സലാമയെ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ ലൂത്ത് നബിയും ആ ജനതയോട് പ്രബോധനം നടത്തുന്നത് അതിനുശേഷം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ലോകത്ത് കടന്നു വന്ന ഏതു പ്രവാചകന്മാരാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ചരിത്രം ഞാൻ ഒരുപാട് പറയേണ്ടതില്ല, പലപ്പോഴായി കേൾക്കുന്നതാണ്. മൂസ അലൈഹി സ്വലാമിനോട് അല്ലാഹു പറയാൻ, ഈ തൗഹീദുമായി ഏത് ജനതയിൽ ഏത് സമൂഹത്തിലാ മൂസ അലൈഹി സ്വലാമിന്റെ ജനനം? തനിക്കുനേരെ ശത്രുക്കളായി ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകൾ വളർന്നു വരുമെന്ന് ഏതോ ഒരാൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അന്വേഷിച്ച് ആ ബനു ഇസ്രായേലിലെ ആൺമക്കളെ മുഴുവൻ കുരുതു കൊടുക്കണം ജനിക്കുമ്പോൾ എന്ന് തീരുമാനിച്ച ഒരു സ്വേച്ഛാധിയായി ഭരണാധികാരിയായ ആ ഭരണാധികാരി ഭരണം നടത്തുമ്പോ ആ കാവൽ പടക്കയുടെ കാലിനടിയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ വിമോചകനായി മൂസ അലൈഹിസ്സലാം എന്ന കുഞ്ഞിനെ അള്ളാഹു ജനിപ്പിച്ചു, സംരക്ഷിച്ചു. ആ രാജകൊട്ടാരത്തിൽ ഏത് കൽപ്പന നടത്തിയോ ആ രാജാവിന്റെ കൊട്ടാരത്തിലെ പ്രജകളുടെ പര്യവസായമായി സംരക്ഷണത്തോടുകൂടെ ആ ഭാര്യയുടെ പരിലാണയുടെ മൂസ അലൈഹിസ്സലാം എന്ന പ്രവാചകനെ അള്ളാഹു വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. അവനാണ് റബ്ബ്. ഹുവൽ അസീസുൽ ഹക്കീം. ആ റബ്ബാണ് അസീസ്, ആ റബ്ബാണ് ഹക്കീം. മൂസ അലൈഹിസ്സലാം വളർന്നു വലുതായി. പിന്നെ നമുക്കറിയാലോ ചരിത്രം. അവസാനം മൂസ അലൈഹിസ്സലാമും തന്നിൽ വിശ്വസിച്ച ബനു ഇസ്രായേലിലെ ആളുകളുമായി രാത്രിക്ക് രാത്രി അവിടുന്ന് നാട് വിടണമെന്ന് അല്ലാഹു വഹ്യ് കൊടുക്കാൻ, അൻ അസ്രി ബി ഇബാദി ഇന്നകും മുത്തബഊൻ. രാവിലെ വെളിച്ചാകാൻ കാത്തുക്കണ്ട, കണ്ണ് കാണാൻ കാത്തുക്കണ്ട, വഴി തെളിയാൻ കാത്തുക്കണ്ട, ജീവൻ ബാക്കി ഉണ്ടാവൂല, വേഗം പോയിക്കോളി. തൻ്റെ കൂടെയുള്ള അതിന്റെ ചരിത്രം വായിക്കുമ്പോ കാണാ, നമ്മൾ വിചാരിക്കുക 8, 10, 100 ആൾക്കാരെന്ന ആയിരക്കണക്കിന് സ്ത്രീകളെയും വൃദ്ധന്മാരെയും കൈക്കുഞ്ഞുങ്ങളെയും യുവാക്കളെയും കൊണ്ട് മൂസ അലൈഹിസ്സലാം ആ നാട് വിടുകയാൻ ജീവനും കൊണ്ട്. അവരോട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമ്മൾ നോക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയല്ല, അല്ല പറഞ്ഞാൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പോകാനുള്ള നാട്ടിലേക്കുള്ള യാത്രയുടെ ദൂരമോ ദൈർഘ്യമോ നോക്കാതെ ആ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ വാക്കിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയവരാണ്. അവിടെ പോകുമ്പോഴാണ് എന്തിനാ അള്ള പരീക്ഷ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, ഇറങ്ങിപ്പോയി. പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ടാണ് വഴി അവസാനിക്കുകയാണ്. ഇരുട്ടത്തല്ലേ പോണത്, മുന്നിക്ക് വഴി കാണോ? കടലിന്റെ അറ്റത്തിൽ പോയി നിന്നു. പുറകിൽ പിന്തുടരുന്ന ഫറോവയും സൈന്യവും വന്നുവിട്ടു. ഖുർആൻ ചരിത്രം പറഞ്ഞു തന്നെയല്ലേ. അത് അല്ലാഹു കൊണ്ടുപോയി നിർത്തിയതാണ് മൂസ അലൈഹിസ്സലാമയെയും വിശ്വാസികളായ ആളുകളെയും. 2 സംഘത്തെയും കണ്ടപ്പോ സ്വാഭാവികമായി തൻ്റെ കൂടെയുള്ള മനുഷ്യരിലെ ദുർബല വിശ്വാസികളായ ആളുകൾ അവരുടെ നേതാവും സംരക്ഷകനും വിമോചകനുമായ മൂസാ നബിയോട് പറഞ്ഞത്, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബിയെ, നമ്മൾ പിടിക്കപ്പെട്ടു. ബാക്കിൽ കടലും മുന്നിൽ ഫറോവയും സൈന്യവും. ഇനി നമ്മൾ എന്താ ചെയ്യാ? നോക്കൂ നിങ്ങൾ, ദുനിയാവിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും പ്രതികൂലമാണെന്ന് ഓരോ മനുഷ്യനും ബോധ്യപ്പെടുന്നിടത്ത് അവരിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച, റബ്ബ് പറഞ്ഞയച്ച അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വന്ന വഹിയിറങ്ങുന്ന നബിയെ അള്ളാഹു പരീക്ഷിക്കാൻ. ബാക്കിൽ കടല, മുമ്പിൽ ഫറോവയും സൈന്യവുമാണ്. തൻ്റെ അനുയായികളാ പറയണത് നമ്മൾ പിടിക്കപ്പെടാൻ. മൂസാ നബി ആ രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്കാൻ ഖാല കല്ലാ. നമ്മൾ പറയണത് ശരിയാ. എന്റെ ബാക്കിൽ കടല, മുമ്പിൽ ഫറോവയും സൈന്യവുമാണ്. ശരിയാണ്, അത് മൂസക്കറിയാം. കല്ലാ, ഒരിക്കലും നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. റബ്ബ് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളുമായി ഇറങ്ങിയത്. അൻ അസ്രി ബി ഇബാദി ഇന്നകും മുത്തബഊൻ. റബ്ബ് പറഞ്ഞു കേട്ടിട്ട് ഇറങ്ങിയവനാ ഞാൻ.
ഇന്നമഈ റബ്ബി സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി എൻ്റെ മുമ്പിൽ തുറക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ആയത്തിന്റെ തഫ്സീർ മറിക്ക്. ആ കടലിൽ തന്റെ കയ്യിൽ ഉപയോഗിച്ച വടി കൊണ്ടടിക്കാനുള്ള വഴി വന്നത് ഇന്നമഈ റബ്ബി സയഹ്ദീൻ എന്ന വാക്ക് മൂസ അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാ അള്ളാഹ് പറഞ്ഞത് ഇന്ന് ആ കടലിലടിക്കണം. അങ്ങനെയാണ് കടൽ പിറന്ന് മൂസ അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലിലെ വിശ്വാസികളും രക്ഷപ്പെട്ടത് ആ കടലിലൂടെയാണ്. അതേ കടലിൽ വെച്ചാണ് അക്രമകാരികളായ ഫറോവയെയും ധിക്കാരികളെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. അള്ളാഹുവിന്റെ വാക്കാണ്. ലാലിമുകളെ നമ്മൾ നശിപ്പിച്ചു കളയും. നിങ്ങളെ ഏൽപ്പിച്ച പടിയുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. സഹോദരങ്ങളെ, ഇതിന് സമാനമാണ് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം. സൗർ ഗുഹയിൽ 3 ദിവസത്തോളം ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് കൊല്ലാനൊരുങ്ങി തന്റെ വിരിപ്പിൽ പച്ച പുതപ്പിട്ട് അലിയെ കിടത്തി സാധാരണ മദീനയിലേക്ക് മുഹമ്മദ് പോകുന്ന വഴി തേടി വഴിവക്കിൽ മുഴുവൻ ആളൊരുങ്ങി നിൽക്കുമ്പോ 3 ദിവസം നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലുള്ള സൗറിന്റെ മേലെ കയറിയിരിക്കുമ്പോ ആ പൊത്തിൽ വന്ന് ശത്രുക്കളുടെ കാൽപെരുമാറ്റം കണ്ടപ്പോ കൂടെയുള്ള അബൂബക്കർ എന്ന കൂട്ടുകാരൻ ചോദിച്ചില്ല നബിയെ, ഒരാള് തന്റെ കാലിലേക്കൊന്ന് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടില്ല നബിയെ? കൂട്ടുകാരന്റെ മറുപടി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ പേടിക്കണ്ട, നമ്മുടെ കൂടെ അല്ലാഹുണ്ട്. വിശ്വാസികളെ, ഇതൊരു ആവേശമായി കേൾക്കാനുള്ളതല്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈമാനും ഇഖ്ലാസും അനുസരിച്ചു ജീവിക്കുന്നവർക്ക് മുമ്പിൽ സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ മഴയായി മനസ്സിൽ പെയ്തിറങ്ങേണ്ട വാചകങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ആ ചരിത്രവും പാഠവും ഉൾക്കൊണ്ട് ചരിത്രം ഇങ്ങനെ ഓർമ്മിപ്പിക്കലല്ല, പാഠങ്ങൾ പഠിക്കലാണ് ജീവിതം. അതിനാണ് ചരിത്രം. എല്ലാ കൊല്ലവും ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചും തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരും അവരിൽ വിശ്വസിച്ചവരും അല്ലാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ, ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ, ആ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെ ഞങ്ങൾ ആരാധിക്കുകയില്ലെന്നും നിങ്ങൾ ആരാധിക്കുകയും ചെയ്യരുതെന്നും പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ലോക ചരിത്രത്തിൽ അമ്പിയാക്കന്മാരുടെ കാലം മുതൽ അവസാന കാലം വരെ നിലനിൽക്കാൻ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയ ചരിത്രമാണ് ഹിജ്റ. അതാദ്യം ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം. ഈ സന്ദേശവുമായി ഇറങ്ങിച്ചെല്ലുമ്പോൾ പൂമാലകൾ കൊണ്ട് ഹർഷാരവത്തോടെ പരവതാനി വിരിച്ച് സ്വീകരിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ആദ്യം മനസ്സിൽ നിന്ന് പഠിച്ച് പുറത്തേക്കെറിയണം. 40 കൊല്ലം അള്ളാഹുവിൻ്റെ ഹബീബിനെ ആ നാട്ടുകാര് ഒരുപോലെ വിളിച്ച പേരായിരുന്നു അല്ലമീൻ. ആ 40 വയസ്സിൽ നിന്ന് 41ാമത്തെ വയസ്സിലേക്ക് ഇറങ്ങുമ്പോൾ സഫാ കുന്നിൽ വെച്ച് അവർ ആദ്യം തിരുത്തി വിളിച്ച പേരാണ് തബ്ബല്ലക അലിഹാദാ ജമഅതനാ. കാദിബെന്നും മജ്നൂനെന്നും സാഹിറെന്നും ഷാഹിറെന്നും ഒക്കെ കാഹിനെന്നും അവർ വിളിച്ചത് 40 കൊല്ലങ്ങൾക്ക് ശേഷം. 40 കൊല്ലം വിളിച്ച അതേ നാവാണ് 41ാമത്തെ കൊല്ലം ഈ പേര് മാറ്റി വിളിച്ച്. നബി പറഞ്ഞ ഒന്നേ ഉള്ളൂ, അള്ളാനെ മാത്രം ആരാധിക്കണം, ലാത്തയും ഉസ്സയെയും മനാത്തയും കൊണ്ട് നിങ്ങൾ ആരാധിക്കല്ലേ എന്നാണ്. ഇത് പറഞ്ഞപ്പോഴാ, ഇത് പറഞ്ഞാൽ ലോകത്തത് ഉണ്ടാകും. അത് അന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ കണ്ട സ്വപ്നം കണ്ടപ്പോ ഹിറാ ഗുഹയിൽ ജിബ്രീൽ കൂട്ടിപ്പിടിച്ചപ്പോ വേദപണ്ഡിതനായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ ചെല്ലുമ്പോ പറഞ്ഞു കൊടുത്ത വാക്ക് ഇത് മൂസാ പ്രവാചകന്റെ അടുക്കൽ വന്ന മലക്കാണ്. കേട്ടിടത്തോളം ലക്ഷണങ്ങൾ കൊണ്ട് മൂസാ നബി അടുക്കൽ വന്ന മലക്കാണ്. നിങ്ങളുടെ ജനത നിങ്ങൾ ആട്ടിപ്പുറത്താക്കും.
അള്ളാഹുവിന്റെ റസൂലിന് അൽ അമീൻ എന്ന് വിളിച്ച് കേട്ട് ശീലിച്ച നബിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്ത് പറഞ്ഞത്? എൻ്റെ ജനത എന്നെ പുറത്താക്കുന്നോ? അതെ, ഈ സന്ദേശവുമായി ലോകത്ത് ആര് കടന്നു വന്നിട്ടുണ്ടോ ഇല്ല ഊദിയ, അവരൊക്കെയും ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ പ്രയാസങ്ങളും പ്രതിസന്ധികളും. അത് നിങ്ങളെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാ. കുഴപ്പമില്ലത്, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടാ. അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം തീർക്കാൻ ഞാൻ നോക്കാം. അതേ പറഞ്ഞ വാക്കാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ വക്താക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുയായികളെ, മുഹമ്മദ് റസൂലിന്റെ പിൻഗാമികളെ, അതാദ്യം നമ്മളാ പഠിക്കേണ്ടത്. ഹിജ്റ നമുക്ക് പഠിപ്പിച്ചിരുന്നത് കേട്ട് കേട്ട് വെറുതെ പോകാനല്ല, അത് ഉൾക്കൊള്ളാനും അതനുസരിക്കാനും അത് പിൻപറ്റാനും ആ ദൃഢനിശ്ചയത്തോടുകൂടെ കാലിൽ ഒരു തോലും പുറകോട്ട് വെക്കാതെ അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകാനുമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കേട്ടെന്ന അടുത്ത നാട്ടിലേക്ക് പോകാനല്ല. അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് സ്വഹാബികളും 13 കൊല്ലം സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം നിന്ന് സഹിച്ചവരാ, ദൗത്യം നിർവഹിച്ചവരാ. ഓടിയതല്ല, ഓടിച്ചു വിട്ടതാ. അതുകൊണ്ട് ആ മക്കയുടെ ബൗണ്ടറിയിൽ പോയി നിന്ന് കരയുന്ന കണ്ണുകളോടെ റസൂൽ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല ഭൂമി നീയാണെന്ന് എനിക്കറിയാം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നീയാണെന്നറിയാം. നിന്റെ നാട്ടുകാരെന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂല. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ദഅവത്തുമായി ലാ ഇലാഹ ഇല്ലല്ലാഹുമായി മുന്നോട്ട് പോകണം. അതാണ് നമ്മോട് ഹിജ്റ ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഹിജ്റ, അള്ളാഹു വിരോധിച്ച ആരാണ് മുഹാജിർ എന്ന്, ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചപ്പോൾ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തന്റെ നാവിൽ നിന്നും തന്റെ കൈകളിൽ നിന്നും ആര് രക്ഷപ്പെടുന്നുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം. പിന്നെ പറഞ്ഞു വൽ മുഹാജിർ, മുഹാജിർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിജ്റ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മാ അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അലൈഹി, അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ അത് മുഴുവൻ വെടിയുന്നവനാണ്, ഉപേക്ഷിക്കുന്നവനാണ് മുഹാജിർ. നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും വലിയ ജിഹാദ് എന്ന് അതാണ്. അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ, അള്ളാഹു വിലക്കിയ, അള്ളാഹു നിഷിദ്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളെയും വിട്ടുനിൽക്കാൻ, വെടിയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാനും അള്ളാഹുവിൻ്റെ അനിഷ്ടങ്ങളെ നമ്മുടെ അനിഷ്ടങ്ങളാക്കി മാറ്റാനും നമുക്ക് സാധിക്കണം. നമ്മൾ ആരുടെ ചരിത്രം പറയണത്? നബീന്റെ ചരിത്രം, സഹാബത്തിന്റെ ചരിത്രം. എന്താ ചരിത്രം? ഒരു നാട് വെടിഞ്ഞു, വീട് വെടിഞ്ഞു, സമ്പത്ത് വെടിഞ്ഞു, കച്ചവടം വെടിഞ്ഞു, സ്വന്തം നാട് വെടിഞ്ഞു. നമ്മളെന്താ വെടിഞ്ഞത്? അള്ളാഹ്ക്കിഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അള്ളാഹ്ക്കിഷ്ടമല്ലാത്ത എന്റെ ഇഷ്ടത്തെ അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടി വെടിയാൻ കഴിയാത്തവരെ, ഇത് പറയാനുള്ള യോഗ്യത എനിക്കോ കേൾക്കുന്ന നമുക്കോ ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഹിജ്റ പഠിക്കാനും പകർത്താനും പാഠം ഉൾക്കൊള്ളാനുമാണ് നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ, തവക്കുലോടെ മരിക്കുന്നത് വരെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വക്താക്കളായി ജീവിക്കാൻ, മാതൃകാ യോഗ്യരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഒരുപാട് മനുഷ്യർ പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു അവരെ കഷ്ടപ്പെടുത്തുന്നവരെ, അവരിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷിച്ചെടുക്കുമാറാവട്ടെ. അള്ളാഹു സമാധാനവും ആശ്വാസവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ, അത് മറ്റുള്ള മനുഷ്യർക്ക് പകർന്നു കൊടുക്കാൻ, അതിൻ്റെ അഹലുകാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ തൗബയോടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല നിലക്കുള്ള ശാരീരികമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് അള്ളാഹു ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ, അപകട മരണങ്ങൾ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സാമ്പത്തികമായി സഹായിക്കുന്നവർ, ശാരീരികമായി സഹായിക്കുന്നവർ, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി, വൈജ്ഞാനികമായി സഹായിക്കുന്ന ഒരുപാട് മനുഷ്യർ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പതുക്കെ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു പൊതി തന്നു. അത് നമ്മുടെ സ്ഥാപനത്തിന് നന്മയ്ക്ക് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി, ഇത് ആരും അറിയാത്ത എൻ്റെ ഒരു സ്വതക്കയാണ്, റബ്ബ് മാത്രം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ അറിയിക്കാനല്ല, ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ ഉജൂരിയത്തിന് വേണ്ടിയും ഖുബൂലിയത്തിന് വേണ്ടിയും റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലെ ഒരുപാട് മനുഷ്യർ, ഒരു മനുഷ്യരല്ല, ഒരുപാട് മനുഷ്യരുടെ ജീവത്യാഗത്തിൻ്റെ വറുതിയുടെ കാലഘട്ടങ്ങളിൽ അവർ കൊടുത്ത വഖഫാണ്. ഇന്ന് കാണുന്ന മുഴുവൻ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങളിലേക്ക് അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു ഒഴുക്കുമാറാവട്ടെ. ജാരിയായ സ്വതക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് നാളെ ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു ചേരാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.